ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഫാം വിസിറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ സമയം ഏകദേശം ഒരു 11:30 അപ്പം ഞങ്ങൾ വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ വന്നോളാൻ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ ടൈമിൽ ചെല്ലുന്നത്. നമ്മളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു 5 to 7 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ കേട്ടോ. അവിടെ ഏകദേശം 700 പശുക്കളോളമുണ്ട്. ആ പശുക്കളുടെ പാല് കറന്നെടുത്ത് അതെങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ്. 700 പശുവിൻ്റെ പാല് കളക്ട് ചെയ്യുക വെച്ചാൽ നിസ്സാര കാര്യമല്ല. ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഉള്ള മിൽക്കിംഗ് പ്രോസസ്സാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് കടക്കാമേ. ആദ്യം തന്നെ നമ്മളെ കൂട്ടിക്കൊണ്ടു പോയത് പശുക്കിടാക്കൾ നിൽക്കുന്ന ഒരു ചെറിയ ഫാമിലേക്കാണ് കേട്ടോ. അവിടെ 2 തരത്തിലാണ് പശുക്കിടാക്കളെ തിരിച്ചേക്കുന്നത്. ഇറച്ചിക്ക് വേണ്ടിയുള്ള പശുക്കിടാക്കൾ ഒരു സൈഡിലും പാലിന് വേണ്ടിയിട്ടുള്ളത് തൊട്ട് അടുത്ത സൈഡിലുമായിട്ടാണ് തിരിച്ചേക്കുന്നത്. കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് മിൽക്കിംഗ് കൗസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് കറവ പശുക്കളാണ്. ഇറച്ചിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് വളരെ കുറവാണ് എണ്ണത്തിൽ. ഏകദേശം 1200 പശുക്കളുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് 700ഓളം പശുക്കൾ മിൽക്കിംഗ് കൗസാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഉടമസ്ഥനാണ് ഇദ്ദേഹം ഇവിടെ 52 വർഷമായിട്ട് ഈ ഫാം ഇവിടെ നടത്തിപ്പോരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടെ ചേർന്നാണ് ഈ ഫാമിൻ്റെ വർക്കുകളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതൊക്കെ ഉള്ളതുപോലെ 2, 3, 4 പശുക്കളെയൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്ത ഒരു ചെറിയ സംരംഭമായിരുന്നു കേട്ടോ ഇത്. അതാണിപ്പോൾ വളർന്ന് പന്തലിച്ച് ഇങ്ങനെ ഈ 1200 പശു എന്നുള്ളൊരു എണ്ണത്തിലേക്ക് എത്തി ഇവിടെ നിൽക്കുന്നത്. ഏകദേശം 50-52 വർഷങ്ങൾക്ക് മുൻപേ ഈ ഫാം സ്റ്റാർട്ട് ചെയ്ത കഥകളും കാര്യങ്ങളും ഒക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു കേട്ടോ. അന്നൊന്നും ടെക്നോളജി ഇല്ല. വളരെയധികം ലിമിറ്റേഷൻസ് ഉള്ളിൽ നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തതിനെ പറ്റിയൊക്കെ അദ്ദേഹം നമ്മളോട് ഷെയർ ചെയ്യുമായിരുന്നു കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കിൻ്റെയും സ്ട്രഗിൾസിൻ്റെയും ഒക്കെ ഒരു ഔട്ട്കം ആണ് കേട്ടോ ഈ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നുമല്ല, ഞങ്ങൾ എത്തിയ സമയം കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പം അദ്ദേഹം നമ്മളോട് പറയുമായിരുന്നു, വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തുവാണെങ്കിൽ നിങ്ങൾക്ക് മിൽക്കിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന കാണാം. ഒരു ദിവസം രാവിലെയും വൈകിട്ടുമാണ് ഈ പ്രോസസ്സ് ഇവിടെ നടക്കുന്നത്. അപ്പം അപ്പാപ്പന് ഏകദേശം ഒരു 700 ഏക്കർ സ്ഥലമുണ്ട്. അത് പലയിടത്തായിട്ടാണ്. ഈ ഫാമിന് ചുറ്റും തന്നെ അത്യാവശ്യം സ്ഥലമൊക്കെ ഉള്ളതുകൊണ്ട് പശുക്കളെല്ലാം ഇപ്പോൾ ഫീൽഡിലാണ്. അപ്പം 4 മണി ആകുമ്പോഴത്തേക്കും ഇവർ മിൽക്കിങ്ങിന് വേണ്ടിയിട്ട് അകത്തോട്ട് കയറി വരും. അപ്പം ഇതാണ് മിൽക്കിംഗ് പ്രോസസ്സ് നടക്കുന്ന ആ ഒരു സ്ഥലം കേട്ടോ. ഈ ഒരു ചേംബറിൻ്റെ അകത്ത് ഏകദേശം 70 പശുക്കളോളം അറ്റ് എ ടൈമിൽ ഇതൊരു റൊട്ടേറ്റിംഗ് ചേംബറാണ് കേട്ടോ. ഇതിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഓരോ ട്യൂബ്സും പശുവിൻ്റെ അകിടിലേക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് മിൽക്കിംഗ് പ്രോസസ്സ് അവിടെ സ്റ്റാർട്ട് ആകുന്നത്. ഈ പശുക്കളെല്ലാം എങ്ങനെ ഇതുവഴി കയറി ഈ ചേംബറിനുള്ളിലേക്ക് എത്തുമെന്നും ഈ പ്രോസസ്സ് കഴിയുമ്പോൾ ഇതെല്ലാം ഇതുവഴി ഇറങ്ങി പോകുമെന്നും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയുള്ളൊരു ഓവർവ്യൂ നമുക്ക് തരുവാണ്. അപ്പം നമുക്ക് ഈവനിങ് ഒരു 4-4:30 ആകുമ്പോൾ വരുമ്പോഴത്തേക്ക് ഇത് നമുക്ക് കാണുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇദ്ദേഹം നമ്മളെ കൂട്ടിക്കൊണ്ട് പോയത് ഇതിൻ്റെ ഒരു ടോപ്പ് വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവിടെ നിന്നാൽ നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കാണാൻ പറ്റും. താഴെ ഇറങ്ങിപ്പോയി ഈ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് അവിടെ ഒരു ഡിസ്റ്റർബൻസോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാതെ മേളിൽ നിന്ന് തന്നെ നമുക്ക് ഇതെല്ലാം ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. വൈകിട്ട് 4 o'clock ആകുമ്പോൾ വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാം മിൽക്കിങ്ങിൻ്റെ ടൈം. അന്നേരം വന്നിട്ട് നമുക്ക് ആ പ്രോസസ്സെല്ലാം കാണാൻ പറ്റും. എങ്ങനെയാവും മിൽക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ. ഫുൾ ടെക്നോളജി യൂസ് ചെയ്തോണ്ടാണ്. അമ്മ കണ്ടായിരുന്നു. Are you excited? Yeah. Excited to come at 4 o'clock? Yeah. You sure? Yeah. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. കാരണം ഞങ്ങൾക്ക് 4 മണി ആകുമ്പോഴത്തേക്കും തിരിച്ചു വരണം. ഇതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് ഈ മിൽക്കിംഗ് പ്രോസസ്സ് കാണണമെങ്കിൽ 4-4:15 ആകുമ്പോഴത്തേക്ക് എത്തണമെന്നാണ് ഇദ്ദേഹം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വേനൽക്കാലമായി കഴിഞ്ഞാൽ ഈ പശുക്കളെ എല്ലാം ഫീൽഡിലോട്ട് ഇറക്കി വിടുന്ന ഒരു പതിവ് നമ്മൾക്ക് ഇവിടെ കാണാമേ. അപ്പം 700 പശുക്കൾ ഈ ഫീൽഡിലോട്ട് പോകുന്ന സമയത്ത് അത് റോഡ് ക്രോസ് ചെയ്ത് വേണം പോകാൻ. അത് വളരെയധികം ബുദ്ധിമുട്ട് യാത്രക്കാർക്കുണ്ടാക്കും. അതെല്ലാം ഒഴിവാക്കാനെ കൊണ്ടാണ് ഇവർ ഈ റോഡിൻ്റെ അടിയിൽ കൂടി ഒരു ടണൽ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നേരെ ഫീൽഡിലോട്ട് കടക്കുവാനുള്ള ഒരു അണ്ടർഗ്രൗണ്ട് പാത്വേ ആണ് ഇവരിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതും ഒരു ടെക്നോളജിയുടെ ഭാഗമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്.
ഏകദേശം 4:15 ഇവരെല്ലാം ഫീൽഡിൽ നിന്ന് ആ ഷെഡിലേക്ക് കയറി പോവുകയാണ്. അത്രയും അച്ചടക്കവും അനുസരണത്തോടും കൂടിയാണ് കേട്ടോ ഇവർ വരിയായിട്ട് കയറി പോകുന്നത്. അപ്പം ഞങ്ങൾ കുറേ നേരം അത് പോകുന്ന രീതിയും കാര്യങ്ങളും ഒക്കെ അവിടെ നിന്ന് കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ അകത്തോട്ട് പോയത്. അത് കണ്ടു നിൽക്കാൻ തന്നെ നല്ല ഭംഗിയാണ്. കാരണം അവരാരും വഴി തെറ്റിയോ വേർതിരിഞ്ഞോ ഒന്നും പോകുന്നില്ല. അവരാദ്യം ഇതിൻ്റെ ഉള്ളിലൂടെ കയറി ഒരു ഷെഡിലൂടെ കയറിയാണ് അടുത്ത ഷെഡിലോട്ട് കടന്നു പോകുന്നത്. അപ്പം അവിടെയെല്ലാം അതിൻ്റെ ഫ്ലോറിംഗ് എന്ന് പറഞ്ഞാൽ ഇതിനെ പുഷ് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ. ഇവരെ പുഷ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് ആ ഫ്ലോറിംഗ് ഒക്കെ സെറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് പോലാണ് അവിടെ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു കേട്ടോ. അദ്ദേഹം നമ്മളെ അതിൻ്റെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പം ഉടനെ തന്നെ ഇപ്പം മിൽക്കിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. ഏകദേശം പശുക്കളൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ചേംബറിൻ്റെ അകത്തോട്ടെ. അപ്പം ഞങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല വ്യൂ കിട്ടണമെങ്കിൽ നമ്മൾ മുകളിലോട്ട് കയറിപ്പോകണം. അപ്പം ഞങ്ങളെല്ലാം മുകളിൽ പോയി ഇന്ന് കാണാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ താഴെ നിന്ന് തന്നെയാണ് വീഡിയോ എടുത്തത്. അപ്പം ഈ ചേംബറെല്ലാം അതിൻ്റെ അകിടയിലോട്ട് കണക്ട് ചെയ്യുന്നതിന് മുന്നേ അതെല്ലാം നല്ല രീതിയിലൊന്ന് പവർ വാഷ് ചെയ്തിട്ടാണ് അത് കണക്ഷൻ കൊടുക്കുന്നത്. കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഓരോരുത്തർക്കും കഴുത്തിലൊരു സെൻസർ ബെൽറ്റുകളുണ്ട്. സെൻസർ ബോർഡ് വഴിയാണ് ഇങ്ങനെ കടന്നു പോകുന്നത്. അവർ കടന്നു പോകുന്ന ഒരു ഇലക്ട്രോണിക് ഓട്ടോമേറ്റഡ് ഗേറ്റ് ഉണ്ട്. അത് ഓപ്പൺ ആകും. അവർ ഓരോരുത്തരും യുണീക്ക് സോർട്ടിംഗ് ലെയിൻസ് ഉണ്ട് അവർക്ക്. അതിലാണ് അവർ ചെന്ന് നിൽക്കുന്നത്. പിന്നെ ആകെ ഒരു മാനുവൽ അസിസ്റ്റൻസ് വേണ്ടത് ഈ ട്യൂബ്സ് ഇവരുടെ അകിടിലോട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ആദ്യത്തെ ഭാഗത്ത് ഞാനൊരു കൂറ്റൻ ടാങ്ക് വെളിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്താണ് ഇവർക്ക് വേണ്ട തീറ്റ. അവിടെ നിന്നൊരു വലിയ പൈപ്പ് ഈ മെഷീൻ്റെ അവിടോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ പൈപ്പിലൂടെ ഇവർക്ക് വേണ്ടുന്ന തീറ്റ ഇവരുടെ ഓരോരുത്തരുടെയും ലൈനിൻ്റെ അകത്ത് ചെന്ന് സ്റ്റോർ ആവുന്നുണ്ട്. അപ്പോൾ ഇവർ ആ തീറ്റ തിന്നുന്ന സെയിം ടൈമിലാണ് പാല് ഇവിടെ പ്രോസസ്സ്. മിൽക്കിംഗ് എൻഹാൻസ് ചെയ്യാൻ അതിനോടൊപ്പം മ്യൂസിക് തെറാപ്പിയും അവിടെ കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റുന്നത് ഓരോ പശുവിനും ഉള്ള യുണീക്ക് നമ്പർ കാണിക്കുന്നുണ്ട്. അവത്തേൽ പാലിൻ്റെ ഹീറ്റ് കാണിക്കുന്നുണ്ട്, അതിൻ്റെ പാലിൻ്റെ ക്വാണ്ടിറ്റി, ഇത്രയും കാര്യങ്ങളാണ് ആ മോണിറ്ററിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇപ്പം ഏകദേശം 70 പശുക്കളും ഇതിൻ്റെ അകത്ത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു സൈഡിൽ കൂടെ പശു കയറുമ്പോൾ മറ്റേ സൈഡിൽ കൂടെ കഴിഞ്ഞത് ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ഈ കൂട്ടത്തിൽ 1-2 പശുക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻഫെക്ഷൻ കാണുമായിരിക്കും. അപ്പോൾ അവർക്ക് ആൻറ്റിബയോട്ടിക് ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള പശുക്കളുടെ പാല് ഇവർ കളക്ട് ചെയ്യത്തില്ല. അതിന് വേണ്ടിയിട്ടുള്ള ബാരലാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടത്. അതിൻ്റെ അകത്ത് മിൽക്ക് സെപ്പറേറ്റ് കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ചെറിയ സാമ്പിൾ ഇവർ ലബോറട്ടറിയിലോട്ട് സെൻഡ് ചെയ്യും. അതിൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം അത് ഓക്കെ ആണെങ്കിൽ പിന്നെ ആ സെയിം പശുവിൻ്റെ പാല് ഇവർ പ്രോസസ്സ് ചെയ്ത് എടുക്കാറുള്ളൂ. അറ്റ് എ ടൈമിൽ 70 പശുക്കൾക്കാണ് ഈ ചേംബറിൽ നിൽക്കാൻ പറ്റുന്നത്. ഈ പ്രോസസ്സ് കഴിയാൻ ഏകദേശം 10 മിനിറ്റോളം സമയമെടുക്കും. 70 പശുക്കൾക്കാണ് 10 മിനിറ്റ് സമയം എടുക്കുന്നത് കേട്ടോ. ഈ മിൽക്കിങ് കഴിഞ്ഞു വരുന്ന ഓരോ പശുവും കടന്നു പോകുന്നത് ഈ ഒരു ഗേറ്റ് വഴിയാണ്. അതിൻ്റെ പേരാണ് ഓട്ടോമേറ്റഡ് ഡ്രാഫ്റ്റിംഗ് എന്ന്. അവിടെ ഒരു സെൻസർ ബോർഡുണ്ട്. ആ കാണുന്ന ബ്ലൂ ബോർഡാണ്. അപ്പം ഈ പശുവിൻ്റെ ഓരോരുത്തരുടെയും ചെവിയിലുള്ള ഈ ടാഗ് അവിടെ സെൻസർ ചെയ്ത് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഡിറ്റക്റ്റ് ചെയ്യും. ഉദാഹരണം പറയുവാണെങ്കിൽ ഇവരുടെ ഹെൽത്ത് ഇഷ്യൂസ്, ബ്രീഡിംഗ് സൈക്കിള്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർക്ക് നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റും. ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഇവർക്ക് വളരെ യൂസ്ഫുൾ ആണ്. കാരണം ഇങ്ങനെ സെൻസർ ചെയ്യുകയും ഡിറ്റക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന പശുവിൻ്റെ ബ്രീഡിംഗ് ടൈമും റീപ്രൊഡക്റ്റീവ് സ്റ്റാറ്റസും ഒക്കെ ഇവർക്ക് ഈ ഫോണിലൂടെ മനസ്സിലാക്കാം. അങ്ങനെ ഇവർക്ക് ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷൻ ഒക്കെ ഇവിടെ ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ. അതായത് സെമൻ ആണെങ്കിൽ മെയിലിൽ നിന്ന് കളക്ട് ചെയ്ത് ഫീമെയിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷന്. അതും ഇവരിവിടെ തന്നെയാണ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ശുചീകരണ കാര്യങ്ങളും എല്ലാം അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഒരാൾ പവർ വാഷ് ചെയ്ത് ആ ചാണകവും മൂത്രവും എല്ലാം അണ്ടർഗ്രൗണ്ടിലോട്ടാണ് അടിച്ച് കളയുന്നത്. അത് പിന്നെ ഇവർ ഈ ടാങ്കിൻ്റെ അകത്ത് കളക്ട് ചെയ്തിട്ട് ഇവരുടെ ഫീൽഡിൽ തന്നെ പുല്ലിന് വേണ്ടിയിട്ടൊക്കെ വളമായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതും ഒരു വലിയ പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. അതിന് ശേഷം ഇനിയുമുണ്ട് കുറേ പേര് ഇതിലൂടെ കടന്നു പോകാൻ. ഞങ്ങളവിടെ നിൽക്കുമ്പം തന്നെ ഏകദേശം 2-3 റൗണ്ട് കഴിഞ്ഞ് പശുക്കളെല്ലാം ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കളക്ട് ചെയ്യുന്ന മിൽക്ക് സ്റ്റോർ ചെയ്യുന്നത് വലിയൊരു ബാരലിൻ്റെ അകത്താണ് കേട്ടോ. 4.5 ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വലിയ ബാരലാണിത്. ദിവസത്തിൽ 2 തവണ ഡയറി പ്ലാന്റിൽ നിന്നും അവരുടെ വാഹനം വന്ന് ആ മിൽക്ക് കളക്ട് ചെയ്തുകൊണ്ട് പോകും. രാവിലെയും വൈകിട്ടുമാണ് മിൽക്കിംഗ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പം 2 തവണയാണ് മിൽക്ക് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നത്. പിന്നെ ഇവരുടെ ഫാമിനോട് ചേർന്ന് തന്നെ ഇവർക്കൊരു ഫാം ഹൗസ് ഉണ്ട് കേട്ടോ. അത് ഇവർ B&B ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവർക്ക് ഇവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ആവേ മരിയ ഫാം ഹൗസ് എന്നാണ് കേട്ടോ ഇവരുടെ പേര്.
അപ്പം ഞങ്ങൾ എൻജോയ് ചെയ്തതുപോലെ നിങ്ങളും ഈ ഫാം ഹൗസും ഇതിലെ കാഴ്ചകളും ഒക്കെ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.